ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ല പഴുത്ത മാങ്ങയും പാലും വെച്ചിട്ടൊരു പുഡിങ് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 2 മാങ്ങ ഇതുപോലെ സ്ക്വയറായിട്ടല്ല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ പാല്, പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഇതൊന്ന് മാങ്ങ ഒന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി കാണാം നമുക്ക്. മാങ്ങ അടിച്ചെടുക്കാനായിട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന മാങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. പഞ്ചസാര വേണം, നമ്മൾ ചൂടാക്കിയൊക്കെ എടുക്കുമ്പോൾ ചിലപ്പോൾ മാങ്ങയ്ക്ക് മധുരം ഇല്ലെങ്കിൽ പിന്നെ അതുപോലെ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതും വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കോൺഫ്ലവർ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇളക്കാം. അപ്പോൾ അത് ഒഴിക്കുവാണേ. അടുത്ത് പാലിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിക്കുക. പാലിലേക്ക് ഇതാ അതുപോലെ 3 സ്പൂൺ പഞ്ചസാര. മധുരം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം കേട്ടോ. ഇത് 1 കപ്പ്, വലിയൊരു കപ്പ് ഗ്ലാസ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി അതിലേക്ക് നമുക്കിത് കോൺഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി കോൺഫ്ലവർ ഇടാവേ. മാങ്ങയിലും ഇടാനുണ്ട്. ഞാനിപ്പോൾ 1 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഇളക്കിയെടുക്കാം. ഞാൻ അടുത്തതുപോലെ മാങ്ങയിലും അതുപോലെ 1 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് ഇളക്കി റെഡിയാക്കട്ടെ. ഇനി അടുത്തതാ നമ്മൾ കോൺഫ്ലവറൊക്കെ മിക്സ് ചെയ്ത് മാങ്ങ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇനി കുറുക്കിയെടുക്കണം. അതുപോലെ തന്നെ അടുത്ത സ്റ്റൗവിൽ ഞാൻ പാലും ആ കോൺഫ്ലവറൊക്കെ ഇട്ട് മിക്സ് ചെയ്തില്ലേ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും ഒന്ന് ഒരുമിച്ച് ഒറ്റ അടിക്കങ്ങ് കുറുക്കിയെടുക്കാമെന്ന് വെച്ചിട്ട് 2 സ്റ്റൗവിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്ന് കുറുകട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ടൈം എടുക്കുമല്ലോ. നമ്മളത് ഇതിപ്പോൾ കുറുക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലെയറായിട്ടാണ് ഒഴിക്കാൻ പോണേ. അപ്പോൾ കുറച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് ഇനി നമുക്ക് നമ്മുടെ പാല് കുറുക്കി വെച്ചത് ഒഴിക്കാം. എല്ലായിടും ഫില്ലായില്ലേ? യെസ്. ഇനി അടുത്ത ലെയറിൽ നമുക്ക് പിന്നെയും നമ്മുടെ മാങ്ങ ഇത് അതുപോലെ ഫില്ല് ചെയ്ത് ഫില്ലാണ്. പാലിൻ്റെ പോഷൻ കാണാത്ത രീതിക്ക് ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ലെയറിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് വെച്ചാൽ നമ്മുടെ പുഡിങ് ഏകദേശമായി. പിന്നെ അതൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കഴിയാറായിരിക്കുന്നു നമ്മുടെ പരിപാടി. യെസ്, കഴിഞ്ഞിരിക്കുന്നു. മൊത്തം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ മിൽക്ക് മാംഗോ പുഡിങ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാവേ. സൂപ്പറായിട്ടില്ലേ? ഇതാ പ്ലഫി പ്ലഫി. കട്ട് ചെയ്ത് നോക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. വൗ.
ഇതാണ് നമ്മുടെ മാംഗോ പുഡിംഗ്. കണ്ടോ? കഴിച്ചു നോക്കട്ടെ. സൂപ്പറാട്ടോ, വിചാരിച്ചതിലും സൂപ്പറാണ്. സൂപ്പർ. നോക്കിക്കോ.